ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുരുമുളക് രസം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ആദ്യം കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിൽ കുതിരാനിടണം. പിന്നെ നമുക്ക് കുറച്ച് അരപ്പുകൾ തയ്യാറാക്കാനുണ്ട്. അതിനായി നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ കടുകും 1.25 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക മിക്സിയിൽ. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കണം. വെളുത്തുള്ളി ഒരു 5-6 പല്ലി മതി. ചെറുള്ളി അരിഞ്ഞു വെച്ചതും വെളുത്തുള്ളിയും ഒരു 5-6 പല്ലി ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സിയിൽ നമ്മൾ കറക്കിയെടുക്കണം. ഈ അരപ്പിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നന്നായി വടിച്ചെടുത്ത് വെള്ളം മിക്സ് ചെയ്യുക. അതായത് നമ്മൾ പുളി നേരത്തെ കുതിരാനിട്ട വെള്ളമില്ലേ, ആ വെള്ളം നന്നായി പുളി പിഴിഞ്ഞെടുത്ത് ഈ അരപ്പിലേക്ക് നന്നായി ചേർക്കുക, നന്നായി മിക്സ് ആക്കുക. അതിനുശേഷം ഇതെടുത്ത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചാൽ മതി. ശരിക്കും സിമ്പിൾ പണിയാണ്. പക്ഷേ ഈ അരപ്പുകളൊക്കെ കറക്റ്റായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു രസം നമുക്ക് കിട്ടും. നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാലൊക്കെ നമ്മുടെ ഉമ്മമാർ ഉണ്ടാക്കി തരുന്ന പോലത്തെ രസമാണിത്. പ്രസവിച്ചപ്പോൾ സ്ത്രീകൾക്ക് തന്നെ അധികം ഈ രസമൊക്കെ ഉണ്ടാക്കാറ്. കുരുമുളക് പൊടിയൊക്കെ ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ്. ഇനി ഇതൊന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒന്ന് തിള വരുമ്പോൾ സ്ലോ ആക്കി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്തൊക്കെ പോകും. പിന്നെ ചെറിയ ഉള്ളിയും ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഇത്തിരി ഉലുവയും കടുകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വറമുളകും ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചില്ലേ, അതും ഒന്ന് നന്നായിട്ടൊന്ന് ചട്ടിയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ശരിക്കും സിമ്പിൾ പണിയാണ്. നമ്മൾ നോമ്പൊക്കെ തുടങ്ങിയത് കൊണ്ട് അത്താഴത്തിനൊക്കെ നമുക്ക് തേങ്ങ അരച്ച കറിയൊന്നും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനത്തെ കറിയാകുമ്പോൾ നമുക്ക് 2 ദിവസം എടുത്ത് വെച്ച് കൂട്ടിയാലും ഒരു കുഴപ്പമില്ല, കേടേ വരില്ല. വെക്കും തോറും ടേസ്റ്റ് കൂടുകയെ ചെയ്യുള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ കടുകും ഉലുവയും ചെറിയുള്ളിയും വറമുളകും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചാറിലേക്ക് കൊട്ടാൻ പറ്റുള്ളൂ. അതിന്